നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്ത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത് 57 മണ്ഡലങ്ങളിൽ 6 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലും മാറി മാറി വന്ന വിഷയങ്ങൾ, കുറഞ്ഞ പോളിംഗ് ശതമാനം, 5ഉം 6ഉം ഘട്ടങ്ങളിൽ വർദ്ധിച്ച ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം, 400 പാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന NDA മുന്നണി. അങ്ങനെ സംഭവബഹുലമായ പൊതുതെരഞ്ഞെടുപ്പ് കാലം അവസാനിക്കാൻ കൃത്യം 10 ദിവസം മാത്രം. രാജ്യത്ത് മോദി തരംഗം ഉണ്ടോ? അമിതാത്മവിശ്വാസം BJP മുന്നണിക്ക് തിരിച്ചടിയാകുമോ? ഇന്ത്യ സഖ്യം ഫലം കാണുമോ? പ്രൈം ഡിബേറ്റ് ഈ വിഷയം വരുന്ന 1 മണിക്കൂർ ചർച്ച ചെയ്യുന്നു. സ്വാഗതം. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ BJPയുടെ പ്രതിനിധിയായി ചർച്ചയുടെ ഭാഗമാകുന്നു. പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. ഡോക്ടർ D. ധനുരാജ് നിരീക്ഷകൻ ഈ ചർച്ചയിൽ ഭാഗമാകുന്നു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ കൂടിയായ ശ്രീ CP റാഷിദ് ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ജയസൂര്യൻ, ഇവിടെ ഈ വലിയ തോതിലുള്ള പ്രചരണം, അതായത് ആദ്യ 4 ഘട്ടങ്ങളിലുള്ള ആത്മവിശ്വാസം BJP മുന്നണിക്കില്ല. 400 പാർ എന്ന ആദ്യത്തെ മോദിയുടെ ആ ഒരു പരാമർശം പോലും പുറകോട്ട് പോയ പശ്ചാത്തലം, ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്നു. ഇന്ത്യ മുന്നണി അധികാരം പിടിക്കും എന്ന ആത്മവിശ്വാസം പോലും നേതാക്കൾ പറയുന്നു. അടുത്ത മാസം 4 ശേഷം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സർക്കാർ രൂപീകരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഇത്രയധികം ആത്മവിശ്വാസം ആ മുന്നണിക്കുണ്ടായത് ഒരുപക്ഷെ 2019 ഉള്ളതിനേക്കാളൊക്കെ മുകളിലുള്ള ആത്മവിശ്വാസം ആ മുന്നണിക്കുണ്ടായ സാഹചര്യം BJP വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം 4-ാം തീയതി ഉച്ച വരെ ഇന്ത്യ മുന്നണിക്ക് നമുക്ക് എല്ലാവർക്കും നൽകിയേ പറ്റൂ. കാരണം 4-ാം തീയതി ഉച്ച വരെ ഞങ്ങള് ഇന്ന ആൾക്കാരെ ഇന്ന വകുപ്പിൽ മന്ത്രിയാക്കും എന്ന് വരെ പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷെ അതിൽ കവിഞ്ഞ യാതൊരു പ്രാധാന്യവും അതിന് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ഇലക്ഷന്റെ ഓരോ ഘട്ടവും കഴിയുമ്പോൾ മനസ്സിലാവുന്നത്. അത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയവുമാണ്. എന്നാൽ ഇതുപോലെയുള്ള നമ്മുടെ ചർച്ചകളിൽ ഇപ്പോഴും ഈ ആശങ്ക നിലനിർത്തുകയും വളർത്തുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തില് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ ചർച്ചയും വളരെ പോസിറ്റീവാണ്. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് അങ്ങനെയുള്ള ഒരു ആശ്വാസം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. NDA സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം NDA ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 400 പാർ എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസ കുറവും BJPക്കോ BJP മുന്നണിക്കോ ഇപ്പോഴില്ല. അതിന്റെ ആവശ്യവുമില്ല. അതിനുള്ള യാതൊരു സാഹചര്യവും ഇന്ന് ഇന്ത്യൻ സമൂഹത്തില് രാഷ്ട്രീയ പശ്ചാത്തലമായി കാണാനുമില്ല. അതായത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കഴിഞ്ഞ തവണ 9.5% മാത്രം വോട്ടുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാം കൂടി ചേർന്നാലും അവരുടെ വോട്ടിംഗ് വിഹിതം ഒന്നിച്ചു കൂട്ടിയാൽ പോലും 20% താഴെ മാത്രമേ വരികയുള്ളൂ. മറുവശത്ത് 55% വോട്ട് BJPക്കും ഘടകകക്ഷികൾക്കെല്ലാം കൂടി ചേർന്നാൽ 68% വോട്ടുമുണ്ട്. ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശരാശരി കണക്കാണ് ഞാൻ പറയുന്നത്. അതിനെ അട്ടിമറിക്കാൻ കഴിയുന്ന വലിയ മുന്നേറ്റമൊന്നും ഇന്ത്യ മുന്നണിക്ക് ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന പല കക്ഷികളും ഇപ്പോൾ പിളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ NDAയുടെ ഭാഗത്തേക്ക് മാറുന്നുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ദയനീയമായ അവസ്ഥയായിരിക്കും ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുക. ഞങ്ങളുടെ ഈ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുകയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പറയുന്നത്, താങ്കൾ പറഞ്ഞത്, ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ആദ്യം നിതീഷ് കുമാർ ബീഹാറിൽ നിന്ന് പോകുന്നു. അവിടെ ബീഹാറിൽ അത് വലിയ BJPക്ക് നേട്ടമുണ്ടാവുന്ന ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനയെ അടക്കം ശരത് പവാറിൻ്റെ ഒരു വലിയ വിഭാഗം അടക്കം ഇപ്പുറത്തെ ഇതുമായി ബന്ധപ്പെട്ട് NDAയുടെ ഭാഗമാകുന്നു. പക്ഷേ ഇതൊക്കെ ഉദ്ദേശിച്ച തലത്തിൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അവിടെ മറ്റു പല ഘടകങ്ങളും ഈ മുന്നണികളിൽ നിന്നുള്ള പല പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ വന്നതുകൊണ്ട് BJPക്ക് നെഗറ്റീവ് ആകുമെന്ന് പറയുന്നു, സീറ്റുകൾ കുറയുമെന്ന് ഉള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. അതൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഘടകങ്ങൾ NDAക്കൊപ്പം വന്നിട്ടും അതാത്തരത്തിൽ ഉപയോഗപ്പെട്ടില്ല എങ്കിൽ എന്ത് പ്രയോജനമാണ് ഇത്തരം സംഗതികൾക്കുണ്ട്? എന്താണ് ഇതുകൊണ്ട് BJP ലക്ഷ്യം വെക്കുന്നത്? അങ്ങനെ പ്രയോജനപ്പെട്ടില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും.
അതിന്റെ തെളിവ് കൊടുക്കണമെങ്കിൽ. പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം രൂപപ്പെടാത്തത്. ഇപ്പോൾ ഈ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് കാര്യമായ തരംഗങ്ങളൊന്നുമില്ല. തരംഗത്തിന്റെ ആവശ്യവും NDAക്ക് ഇല്ല. തരംഗമുണ്ടാകുന്നത് എപ്പോഴാണ്? നിലവിലുള്ള ഒരു ഭരണ സംവിധാനത്തിന് എതിരായിട്ടുള്ള പൊതുവികാരം രൂപപ്പെട്ടു വരുമ്പോഴാണ് ഒരു തരംഗ രൂപത്തിൽ വോട്ടർമാർ പ്രതികരിക്കുകയും ഒരു വലിയ അട്ടിമറി സംഭവിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു അട്ടിമറിക്കുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് ഒരു തരംഗം ഉരുത്തിരിഞ്ഞു വന്നിട്ടേ ഇല്ല. ഇപ്പോൾ NDA മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം തുടരുകയാണ്. അത് ക്രമാനുഗതമായിട്ട് വളരുന്നുമുണ്ട്. ആ ക്രമാനുഗതമായ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് 400 പാർ എന്ന ആത്മവിശ്വാസത്തോടു കൂടി NDA പറയുന്നത്. അതായത് മോദി തരംഗവുമില്ല, മോദി വിരുദ്ധ തരംഗവുമില്ല രാജ്യത്ത്. അത് തരംഗം എന്നുള്ളത് യാതൊരു രംഗത്തും കാണാനേ ഇല്ല. അങ്ങനെ ഒരു തരംഗം ഉണ്ടാവേണ്ട ആവശ്യവും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രമാനുഗതമായിട്ടുള്ള NDAയുടെ വളർച്ച മാത്രമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ പ്രതിഫലിക്കുന്നത്. അതിനപ്പുറം യാതൊരു വലിയ അത്ഭുതവും സംഭവിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല. റോണി കെ ബേബി, ഇവിടെ വലിയ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി നേതാക്കൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്താണ് റിയാലിറ്റി എന്നുള്ളതല്ലേ? ഒരു അധികാരത്തിലെത്തത്തക്ക വിധത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്ക്, കോൺഗ്രസിന് കുറഞ്ഞത് 100-150 സീറ്റുകളെങ്കിലും അങ്ങനെ വരണമെങ്കിൽ ലഭിക്കേണ്ടി വരും. കോൺഗ്രസ് ഒരു അപ്രമാദിത്വമൊക്കെ വേണമെങ്കിൽ 272 എന്ന മാജിക് ഫിഗറിൽ എത്തുക എന്നുള്ളത് ഇപ്പോഴും ഒരു ബാലികേറാമലയായി തുടരുകയല്ലേ ഇന്ത്യ മുന്നണിക്ക്? ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറം നേരത്തെ ശ്രീ ജയസൂര്യൻ പറഞ്ഞതുപോലെ 4-ാം തീയതി ഉച്ചവരെ ഇങ്ങനെ പറഞ്ഞു വെക്കാമെന്നതിനപ്പുറം ഇത്തരത്തിലൊരു തരംഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തൊക്കെ ഘടകങ്ങളാണ്, എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ? രഞ്ജിത്തിന്റെ ഇൻട്രോയില് വളരെ കൃത്യമായ നിരീക്ഷണമാണ് ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പില് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കൃത്യമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം പിന്നിട്ടപ്പോൾ ഞങ്ങൾ 272 സീറ്റ് ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയുള്ള 6-7 ഘട്ടം, 6ാമത്തെ ഘട്ടം കഴിഞ്ഞു, ഇനി 7ാമത്തെ ഘട്ടം. ഈ 2 ഘട്ടങ്ങളിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തിലേക്ക് 300 സീറ്റിന് മുകളിലേക്ക് ഇന്ത്യ മുന്നണി എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ BJPയുടെ വക്താവ് തന്നെ പറഞ്ഞു കൃത്യമായ തരംഗമില്ല എന്ന്. അത് തന്നെ BJP ഇവിടെ പരാജയം സമ്മതിച്ചതിന്റെ സൂചനയാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 19-ാം തീയതി 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് മുമ്പ് BJP പറഞ്ഞത്, മോദി തന്നെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് അബി ബാർ ചാർ സൗ പാർ എന്ന മുദ്രാവാക്യമായിരുന്നു. മോദി വിളിച്ചു കൊടുക്കും അബി ബാർ, അണികൾ ആർത്തു വിളിക്കും ചാർ സൗ പാർ. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ മോദിക്ക് തന്നെ ആ മുദ്രാവാക്യം, മോദി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയേണ്ടി വന്നു, ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അണികളാണ് ആവേശത്താൽ ആ മുദ്രാവാക്യം വിളിച്ചത്, പറഞ്ഞതെല്ലാം മോദിക്ക് തന്നെ പിന്നെ തിരിച്ചു പറയേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി 3 അക്കം കടക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് മുന്നേ പറഞ്ഞ BJPയുടെ നേതാക്കൾ ഇപ്പോൾ 5ാം ഘട്ടം 6ാം ഘട്ടം വരുമ്പോൾ ചോദിക്കുകയാണ്, ആരാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? നമുക്ക് കൃത്യമായിട്ടറിയാം, 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയിൽ ചോദിച്ചത്, ആരാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ആ ഒരു ഘട്ടം വരെ എത്തിയിരിക്കുന്നു. കാരണം കൃത്യമായി തന്നെ BJPയുടെ ശരീരഭാഷ ഉൾപ്പെടെ ഇപ്പോൾ പരാജയം സമ്മതിച്ചു. കാരണം കൃത്യമായ സൂചനകളും, കാരണം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും വിലയിരുത്തുന്ന, ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോൾ ഉയരുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് പരിവർത്തൻ മാറ്റം. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലെല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്ന മാറ്റം, പരിവർത്തനം. കൃത്യമായി തന്നെ ഞങ്ങളുടെ നേതാക്കൾക്കും ദേശീയ മാധ്യമങ്ങൾക്കും, കാരണം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പോലും, പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുക, തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നത് അവരുടെയൊക്കെ ടേബിളുകളിൽ എക്സിറ്റ് പോളിന്റെ മുഴുവൻ റിസൾട്ടുകളും അവരുടെ ടേബിളിൽ വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്കൊക്കെ കൃത്യമായി അറിയാം എങ്ങോട്ടാണ് കാറ്റ് വീശുന്നത് എന്ന്. കാരണം BJPക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു തിരിച്ചടി. ഇവിടെ ബഹുമാനപ്പെട്ട ജയസൂര്യൻ പറഞ്ഞു, ഈ പറയുന്ന പല കക്ഷികളെയും, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന UPAയുടെ ഭാഗമായി നിന്നിരുന്ന പല കക്ഷികളെയും BJP പിളർത്തി. പക്ഷെ എന്താണെന്നറിയോ, അവിടെ അവർക്ക് വലിയ ദയനീയമായ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുക. അത് മഹാരാഷ്ട്രയിലാണെങ്കിൽ ശിവസേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന, അല്ലെങ്കിൽ ഈ പറയുന്ന അജിത് പവാർ നേതൃത്വം നൽകുന്ന NCP, അവർക്ക് കനത്ത തിരിച്ചടിയാണ്. അവരൊക്കെ ഇപ്പോൾ BJPക്ക് ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുക. ബീഹാറിൽ JDU,
അല്ലെങ്കിൽ JDU ഇന്ന് വലിയ നമുക്ക് താങ്കൾ പറഞ്ഞത് 4-5 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ 272 എന്ന മാന്ത്രിക സംഖ്യയിൽ ഇന്ത്യ മുന്നണി എത്തിയെന്നുള്ളതാണ്. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുക? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? നമുക്ക് കൃത്യമായി പറഞ്ഞു പോകാമല്ലോ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസിനടക്കം കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാഹചര്യമെങ്കിലും നിലവിലുള്ളത്? ഇപ്പോൾ പോളിംഗ് ശതമാനം വളരെ കുറവാണ്. ഈ പറഞ്ഞതുപോലെ പല തെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്തതിലൊക്കെ അപ്പുറത്തേക്കുള്ള പോളിംഗ് ശതമാനം കുറയുന്നു. പൊതുവെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളോടുള്ള അതിപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മോദി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലുള്ള പല വിരുദ്ധ വോട്ടുകളൊന്നും പോൾ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മറ്റൊന്ന് മോദി വിരുദ്ധ വോട്ടുകളാണ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. BJP-ക്കാർക്ക് അസംതൃപ്തി ഉണ്ട് എന്ന് പറയുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ നേരത്തെ ജയസൂര്യൻ പറഞ്ഞതുപോലെ 4-ാം തീയതി മാത്രമേ വ്യക്തമാകുകയുള്ളൂ. പക്ഷേ അപ്പോഴും ഈ 4-5 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ 272 കടന്നു എന്നുള്ളത് അതൊരു വലിയ ആത്മവിശ്വാസമല്ലേ, ഒരു അമിത പ്രതീക്ഷയല്ലേ ശ്രീ റോണി? രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ പിന്നെ വന്നുള്ളൂ. അതിനു മുമ്പ് ആദ്യമേ ഈ വോട്ടിംഗ് ശതമാനം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് അല്ലെങ്കിൽ പലതവണ മാറ്റിവെച്ച ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി കഴിഞ്ഞ 5 ഘട്ടങ്ങളുടെയും ആ ഡേറ്റ പുറത്തുവിടുകയുണ്ടായി. ആ ഡേറ്റ പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ടറിയാം 1, 2, 3 ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനം 3 മുതൽ 5% വരെ കുറവാണ് കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ ഈ പറയുന്ന 4, 5, 6 ഘട്ടങ്ങൾ കൃത്യമായി ഇന്ന് നോക്കാം. ആ ഘട്ടങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. ഇന്നലെ നടന്ന ഘട്ടത്തിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ 2019 വോട്ടിംഗ് ശതമാനം 1% കൂടിയിരിക്കുന്നു. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള സൂചനയാണ്. കാരണം BJP-ക്ക് ആധിപത്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറയുകയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കാറ്റ് വീശുന്നു എന്ന് പറയുന്ന 4 മുതലുള്ള ഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനം മെച്ചപ്പെട്ടു വരികയും ചെയ്തത്. അല്ലെങ്കിൽ 2019 കമ്പയർ ചെയ്യുമ്പോൾ 2019 ഒരു തരത്തിലായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറഞ്ഞ പുൽവാമയും ബാലാക്കോട്ടും ഉൾപ്പെടെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ജനവികാരം മാറുന്നു എന്ന പിന്നെ വിധിയെഴുത്ത് അല്ലെങ്കിൽ വിശകലനം വരുന്ന ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഇവിടെ എന്നോട് രഞ്ജിത്ത് ചോദിച്ചു ഏതൊക്കെ സ്റ്റേറ്റ് പറയാം. ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾ വലിയ ആധിപത്യം ഞങ്ങൾ നേടുമെന്നതിനകത്ത് ഒരു സംശയം വേണ്ട. കേരളം ഉൾപ്പെടെ തമിഴ്നാട്, കർണാടക, തെലങ്കാന ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലെ ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരു സംശയം എഴുതി വെച്ചു 40 സീറ്റിൽ 30 സീറ്റിന് മുകളിലേക്ക് ഇന്ത്യ മുന്നണി നേടുമെന്നത് ഒരു സംശയം വേണ്ട. പിന്നെ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ബീഹാറിൽ ഞാൻ പറഞ്ഞ നിതീഷ് കുമാർ ഇപ്പോൾ ചിത്രത്തിൽ പോലുമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുക. അത്രയും കടുത്ത ജനവികാരമാണ് നിതീഷ് കുമാറിനെതിരെ വീഴുന്നത്. അദ്ദേഹം ആരോഗ്യപരമായ കാരണം തെരഞ്ഞെടുപ്പ് മാറി നിൽക്കുക. പഞ്ചാബ് ഉൾപ്പെടെ, ഹരിയാന ഉൾപ്പെടെ, ഡൽഹി ഉൾപ്പെടെ, ഇവർ ഉത്തർപ്രദേശ് നമ്മൾ കണ്ടു എത്രയോ വലിയൊരു ജനവികാരമാണ് അവിടെ. ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ പല യോഗങ്ങൾ പോലും പിന്നെ പൂർത്തീകരിക്കാൻ പോലും കഴിയുന്നില്ല. പ്രവർത്തകരുടെ ആവേശം കാരണം അത്രമാത്രം വലിയ ജനബാഹുല്യമാണ് ഞങ്ങളുടെ പിന്നെ റാലികളിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ റാലികളിലേക്ക് വരുന്നത്. ഹരിയാനയിലൊക്കെ വലിയ തിരിച്ചടിയിലേക്ക് BJP പോവുകയാണ്. രാജസ്ഥാനിൽ ഞങ്ങൾ ഏറ്റവും കീ സ്റ്റേറ്റുകൾ ഞാൻ എണ്ണി പറയാം. ദക്ഷിണേന്ത്യ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ചലഞ്ച് അല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്ന സ്റ്റേറ്റുകൾ 1 മഹാരാഷ്ട്ര, 2 ബീഹാർ, 3 ഹരിയാന, 4 ഡൽഹി, 5 രാജസ്ഥാൻ, ഉത്തർപ്രദേശിൽ BJP കഴിഞ്ഞ 53 സീറ്റാണ്. ഈ പ്രാവശ്യം BJP 45 സീറ്റ് കടക്കില്ല എന്ന് കൃത്യമായിട്ടുള്ള നിരീക്ഷണം വന്നു കഴിഞ്ഞു. അവിടുത്തെ 80 സീറ്റിൽ പകുതിയിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഒരു സംശയമില്ല, ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. മറുപടി UP പോലും പിടിക്കുമെന്നാണ്, അതായത് UP-യിൽ പോലും പകുതി സീറ്റുകൾ പിടിക്കുമെന്നാണ് കോൺഗ്രസ് വക്താവിന്റെ ആത്മവിശ്വാസം. അത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ 70-ന് മുകളിൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് UP BJP. അതായത് കോൺഗ്രസിന് 2 അക്കം തികയ്ക്കാൻ കഴിയുന്ന ഒറ്റ ഒരു സംസ്ഥാനമേ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ, അത് കേരളമാണ്. കേരളം കഴിഞ്ഞാൽ മറ്റൊരൊറ്റ സംസ്ഥാനത്തും 2 അക്കം തികഞ്ഞിട്ട് കോൺഗ്രസിന് സീറ്റ് കിട്ടാൻ പോകുന്നതേ ഇല്ല. ഇപ്പോ 45 സീറ്റ് പിടിക്കും എന്ന് പറയുന്ന UP-യില് കോൺഗ്രസ് എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത് എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതിന്റെ പൊള്ളത്തരം മനസ്സിലാവും. ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം. അതെ, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അവിടെ എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്. അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കോൺഗ്രസിനുള്ളത്. അത് ഇവിടെ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട്. തമിഴ്നാട്ടില് ഒരിക്കലും 2 അക്കം കടക്കാൻ മാത്രം കോൺഗ്രസിന് സാധിക്കില്ല, കാരണം 2 അക്കത്തിൽ അവിടെ മത്സരിക്കുന്ന പോലും. കർണാടകത്തിൽ നമ്മൾ ഓരോ സംസ്ഥാനം എടുത്താൽ കർണാടകത്തിൽ 2ഓ 3ഓ സീറ്റിനപ്പുറം കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന പ്രശ്നമില്ല. പിന്നെ എവിടെയാണ് ഈ 2 അക്കം തയ്ക്കാൻ പോകുന്നത്? ഇപ്പോ ഉത്തർപ്രദേശിൽ 45 കിട്ടുമെന്ന പോലെയുള്ള കണക്കാണ് പറയുന്നതെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 4-ാം തീയതി ഉച്ചവരെ ആ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ മധ്യപ്രദേശ് പിടിക്കും, രാജസ്ഥാൻ പിടിക്കും, ഗുജറാത്ത് പിടിക്കും, ഡൽഹി പിടിക്കും, ഹരിയാന പിടിക്കും. ഡൽഹിയിലെ 7 സീറ്റും
BJP തന്നെ ജയിക്കും. ആ കാര്യത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഡൽഹിയിലെ വോട്ടെടുപ്പിനെ സംബന്ധിച്ച് എനിക്ക് നേരിട്ടറിയാം. ഞാനും ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രം വളരെ വ്യക്തമാണ്. അതായത് 40 സീറ്റ് ഇത്തവണ കോൺഗ്രസിന് തികയാവുന്ന പ്രശ്നമില്ല. 38-39 സീറ്റിനപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഏത് ഘടകകക്ഷിക്കാണ് ഈ പറഞ്ഞ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ കഴിയുക? തൃണമൂൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? DMKക്ക് എത്ര സീറ്റ് കിട്ടും? തൃണമൂൽ കോൺഗ്രസ് മുന്നണിയിലുണ്ടോ? 54 സീറ്റിൽ മത്സരിക്കുന്ന CPM-ന്റെ പരമോന്നതനായ നേതാവ് ഇലക്ഷൻ സമയത്ത് വിദേശത്തായിരുന്നു. ഇവരൊക്കെ കൂടിയാണോ ഈ പറഞ്ഞ കേവല ഭൂരിപക്ഷം എത്തിക്കാൻ പോകുന്നത്? അപ്പോൾ ഘടകകക്ഷികളുടെ ഔദാര്യം കൊണ്ട് സംസ്ഥാനങ്ങളിൽ ഏതാനും സീറ്റുകളിൽ മത്സരിക്കാൻ ഭാഗ്യം ലഭിച്ച കോൺഗ്രസ്, അതിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനറായിരിക്കുന്ന രാഹുൽ ഗാന്ധി പോലും മുസ്ലിം ലീഗിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ഈ വയനാട്ടിൽ വന്ന് ജയിച്ചു പോകാമെന്നല്ലാതെ യാതൊരു ഗതിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 40 സീറ്റ് തികയ്ക്കാൻ കഴിയുമോ എന്ന് കോൺഗ്രസ്. ശരി, അതാണ് ആദ്യഘട്ടത്തിൽ തേടിയത്. ഈ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും അവരുടെ പ്രതീക്ഷകളായിരുന്നു. കാരണം ഇനിയും ഒരു ഘട്ടം മാത്രമാണ്. നമുക്കറിയാം, മാസങ്ങൾ നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് സമാപനം കുറിക്കാൻ 10 ദിവസം മാത്രം ബാക്കി. 1-ാം തീയതിയാണ് 7ാം ഘട്ട വോട്ടെടുപ്പ്. 58 മണ്ഡലങ്ങളാണ്. ശ്രീ ഡോക്ടർ D. ധനുരാജ്, ഞാൻ കൃത്യമായി രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടുകയായിരുന്നു. നമുക്കിവിടെ ഈ യോഗേന്ദ്ര യാദവും പ്രശാന്ത് കിഷോറും ഒക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ അന്തരീക്ഷത്തിൽ ചർച്ചയാണ്, ദേശീയ തലത്തിൽ വലിയ ചർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട് 2 വ്യാഖ്യാനങ്ങളുണ്ട്. യോഗേന്ദ്ര യാദവിനെ പ്രശാന്ത് കിഷോറിനെ BJPയുടെ ഏജന്റ് എന്നാണ് ഏറ്റവും ഒടുവിൽ തേജസ്വി യാദവ് വിശേഷിപ്പിച്ചത്. ഞാനിപ്പോൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുൻപ് ഡൽഹിയിലുള്ള എൻ്റെ സുഹൃത്തായ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത്, നമ്മുടെ കാർഡ് പോലും ത്രിശങ്കു ആണോ എന്നായിരുന്നു. നിങ്ങൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത് കേരളത്തിൽ മാത്രമാണ്, മറ്റു സ്ഥലങ്ങളിലൊന്നും ഇതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. മോദി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിപ്പോൾ 400 സീറ്റ് കിട്ടിയില്ല എങ്കിൽ പോലും കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ആ പാർട്ടി എത്തും, ആ മുന്നണി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നമ്മളൊക്കെ നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചർച്ചകളാണ്, അല്ലെങ്കിൽ പെരുപ്പിച്ചുള്ള ചർച്ചകളാണ് എന്നുള്ളതാണ്. താങ്കൾ എന്തായാലും ഈ മേഖല നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ. ഈ 6 ഘട്ടങ്ങൾ കഴിയുമ്പോൾ എന്താണ് ഒരു വിലയിരുത്തൽ? കേന്ദ്രത്തിലെ മോദി ഭരണം തന്നെ തുടരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ നിരീക്ഷണത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. നമ്മൾ പലരുമായിട്ട് സംസാരിച്ചു. ഇന്ത്യ മൊത്തം സഞ്ചരിക്കാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഇത്രയും വർഷത്തെ നെറ്റ്വർക്കിലൂടെ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം 1-2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഗ്രൗണ്ടിൽ മോഡി വേവില്ല. അതായത് നമ്മൾ സാധാരണ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഏത് പരിപാടിയിലും തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ മോദിക്ക് ജയ് വിളിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. ചില സ്ഥലങ്ങളിൽ അത് ഒട്ടും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ അത് മോഡിക്കെതിരായിട്ടുള്ളൊരു വോട്ടായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കാം. അതായത് ഇപ്പോൾ 1-ാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ വോട്ട് ശതമാനം കുറഞ്ഞു. വോട്ട് ശതമാനം 4%, 4.5% കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു ചർച്ച ഇന്ത്യയിൽ ഉണ്ടായി. പൊതുവെ മോദി ഭരണം പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ BJP നേതൃത്വം കുറച്ച് അങ്കലാപ്പിലായി എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം പിന്നീട് വന്ന പല ചർച്ചകളും പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെല്ലാം ആ രീതിയിലേക്ക് മാറാനുള്ളൊരു കാരണം അതാണെന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. പക്ഷെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ 2, 3, 4 ഫേസിലേക്ക് വരുമ്പോൾ ഈ ഗ്യാപ്പ് നാരോ ചെയ്ത് വരികയാണ്, അതായത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഒരിക്കലും നമുക്ക് ഇന്ത്യയിലെ വോട്ട് ശതമാനം കുറഞ്ഞുകൊണ്ട്, പാർലമെന്റിലേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പാർലമെന്റിലേക്കുള്ള നമ്മുടെ 1952 തൊട്ടുള്ള ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വോട്ട് ശതമാനം കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന പാർട്ടി പരാജയത്തിലേക്ക് പോകുന്നുള്ള ഒരു പാറ്റേണൊന്നും, ഒരു ട്രെൻഡോ അങ്ങനെ ഒരു തിയറിയൊന്നും ഇന്ത്യയിലില്ല. ഇത് ഒരുപക്ഷെ നമ്മൾ പലരും കാണാൻ ആഗ്രഹിക്കുന്നതോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 2004 വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നേരത്തെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് നേരിടുകയും പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ അന്ന് നമ്മൾ ഇപ്പോൾ 4% കണക്കാണ് ഞാനിവിടെ പറയുന്നത്. അന്ന് 18% വോട്ട് അന്നത്തെ ബി ജെ പിയിൽ ഇന്നത്തെ BJP, എന്നാൽ പോലും അന്നത്തെ BJPക്ക് നഗരപ്രദേശങ്ങളിൽ, അന്നത്തെ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്ന നഗരപ്രദേശങ്ങളാണ്. 18% കുറവാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 18%
8% കുറവൊന്നും ഈ ഇലക്ഷനിൽ നഗരപ്രദേശങ്ങളിലും കാണുന്നില്ല, ഗ്രാമപ്രദേശങ്ങളിലും കാണുന്നില്ല. അതൊന്ന്. രണ്ടാമത്, നമ്മുടെ ഈ ഇലക്ഷൻ നോർത്ത് വേഴ്സസ് സൗത്ത് അല്ല. ആക്ച്വലി നോർത്ത് വെസ്റ്റ് വേഴ്സസ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ആണ്. അതിൻ്റെ ഞാൻ കാരണം പറയാം. ഇന്ത്യയിൽ പാർലമെന്റ് ഇലക്ഷൻ നമ്മൾ 543 ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഏകദേശം 320-330 ആൾക്കാർ വരുന്നത് നോർത്തിൽ നിന്നും നോർത്ത് വെസ്റ്റിൽ നിന്നാണ്. അത് ഗുജറാത്ത് ഹിന്ദി ഹൃദയഭൂമി എന്ന് നമ്മൾ പലപ്പോഴും ഇലക്ഷൻ വിശകലനത്തിൽ പറയുന്ന ഹിന്ദി ബെൽറ്റിൽ നിന്നാണ്. അവിടെ ഏകദേശം 320 സീറ്റുകളുണ്ട്. അവിടെ കഴിഞ്ഞ തവണ BJP ഏകദേശം 260ഓളം സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. അവിടെ 50 സീറ്റ്, എൻ്റെയൊക്കെ ഒരു വിശകലനമാണ് ഞാൻ പറയുന്നത്, 50 സീറ്റ് കുറവ് വന്നാൽ മാത്രമേ BJPനെ തളച്ചിടാൻ പ്രതിപക്ഷത്തിന് കഴിയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു 50 സീറ്റ് കുറയൂ എന്നുള്ളത് നമ്മൾ പലതരത്തിലുള്ള കണക്കൂട്ടൽ നടത്തിയിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ വിശകലനമാണ് ഞാൻ പറയുന്നത്. 320 സീറ്റിൽ 260 സീറ്റ് കിട്ടിയ BJP 2019 ആ 260 സീറ്റ് 200ലേക്ക് കുറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും സംജാതമാവും. പക്ഷെ അങ്ങനെ ഒരു കുറവ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി തിരിച്ച് നമുക്ക് ഈസ്റ്റിലേക്കും, അതായത് നോർത്ത് ഈസ്റ്റും സൗത്തിലേക്കും വരാം. ഈസ്റ്റിലേക്ക് വരുമ്പോൾ ആസാമിൽ 13 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം 9 സീറ്റാണ് കിട്ടിയിരുന്നത്. അത് BJP മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഒഡീഷയിൽ BJP മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. തെലങ്കാനയിൽ BJP സീറ്റ് മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നോർത്തിൽ ഈ 260 സീറ്റ് കഴിഞ്ഞ തവണ ജയിച്ച് അത് തന്നെ അവർ റീറ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ അവകാശം ഉന്നയിക്കുന്നില്ല. പക്ഷെ അവിടെ കുറച്ച് നഷ്ടപ്പെടുന്ന സീറ്റുകൾ അവർക്ക് പല സ്ഥലങ്ങളിലായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാനുള്ളൊരു അവസ്ഥയാണ് ഇന്ന് ഇപ്പോഴത്തെ ഇലക്ഷനിൽ നമ്മൾ ഇതുവരെയുള്ള വിശകലനത്തെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ നമ്പേഴ്സിൽ വലിയ മാറ്റം, ഞാൻ 400 നഷ്ടങ്ങൾ BJPക്ക് ഉത്തരേന്ത്യയിലടക്കം സംഭവിക്കാം. ആ നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പണി അവർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ നേരത്തെ 180ഓളം സീറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പ്രചരണമുണ്ട്. ഇന്ത്യ മുന്നണിയെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ BJP ആ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കളി അത് വ്യക്തമാകുമെന്നുള്ളതാണ് അല്ലേ? അല്ല, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ യു പിയിലൊക്കെ നമ്മൾ പോകുന്ന ഒരാളെന്നതിൽ കൂടി പറയുകയാണ്. ഇപ്പം നമ്മൾ പലരെയും നമ്മൾ ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. യു പിയിലൊക്കെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ശേഷി എന്ന് പറയുന്നത് ഒരു ബൂത്തിൽ പോലുമില്ല. നമ്മൾ റായി ബറേലിയും അമേത്തിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് സംഘടന പോലുമില്ല യു പിയിൽ. നമ്മൾക്ക് പൊതുവെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും, പലരുടെ പ്രസ്താവന കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ചേർന്ന് നടത്തിയ ഒരു റാലിയിൽ വലിയ ആൾക്കൂട്ടമുണ്ടായി, വലിയ ജനം ഇടിച്ചു കയറി, അവസാനം റാലി നിർത്തി മടങ്ങേണ്ട ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അങ്ങനെ വിവിധ റാലികളിൽ ആളുകളുടെ കൂട്ടം അത് വലുതായി വരുന്നു. അതൊക്കെ വോട്ടായി മാറുമെന്നുള്ള ആത്മവിശ്വാസമാണ് ദേശീയ തലത്തിൽ നേതാക്കൾ പങ്കുവെക്കുന്നത്. ചർച്ചയിൽ പോലും ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ സമാജ്വാദി പാർട്ടിക്ക് ചിലപ്പോൾ 1-2 സീറ്റുകൾ കൂടി കിട്ടിയേക്കാം. ഒരു കാര്യം ആലോചിക്കുക, സമാജ്വാദി പാർട്ടി നിർത്തിയിരിക്കുന്ന 7 കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ ഏകദേശം അഖിലേഷ് യാദവിൻ്റെ കുടുംബാംഗങ്ങളെ തന്നെയാണ്. ഇതെല്ലാം ഞാനിത് പറയുന്നത് കുടുംബാധിപത്യത്തെ പറ്റി സംസാരിക്കാനല്ല, പക്ഷേ വോട്ടെടുപ്പിൽ ഇത് പലതുമൊക്കെ ചർച്ചാ വിഷയമാണ്. യു പിയിൽ പോലും ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഈ സംഘടനാ ശേഷിയില്ലാത്ത ഓപ്പോസിഷനാണ്. അത് വളരെ ഒരു ഇന്ത്യയെ സംബന്ധിച്ച്, ഒരു ഡെമോക്രസിയെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഓപ്പോസിഷൻ വേണം. ഓപ്പോസിഷൻ ഭരണത്തിലെത്തണം, ഭരണകക്ഷി ഓപ്പോസിഷനിലെത്തണം. ഇത് നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു 2 പാർട്ടി 2 പാർട്ടി സംവിധാനത്തിലേക്കൊന്നും പോയി അതപ്പതിച്ചുകൂടാ. പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷനിൽ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ബീഹാറിൽ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ബീഹാറിൽ JDUവിന് സീറ്റ് കിട്ടില്ല എന്നുള്ളത്. ഞാനും അങ്ങനെയാണ് വിശ്വസിച്ച് വന്നത്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ നടത്തിയ വിശകലനത്തിൽ എനിക്ക് മനസ്സിലായത് JDUവിന് അത്രയും വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ബീഹാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നമ്മൾ വലിയ സെറ്റ് ബാക്കാണ് BJPക്ക് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും. പക്ഷേ നമ്മൾ ചില കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ, ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്ന അത്രയും വലിയ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ 50%, 60% സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഇപ്പോഴത്തെ വിശകലനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ രാജ്യത്ത് നോക്കുമ്പോൾ BJPക്ക് വലിയ കേടുപാട് കൂടാതെ തന്നെ ഭരണം നിലനിർത്താൻ പറ്റുമെന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ള വിശകലനം. ഇപ്പോൾ ശ്രീ റാഷിദ് എപ്പോഴും വ്യത്യസ്തമായ പ്രവചനങ്ങൾ കൊണ്ട്, ആക്യുറേറ്റ് ആയ പ്രവചനങ്ങൾ കൊണ്ട്
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. റാഷിദിൻ്റെ വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ നടക്കുന്ന ഈ 4 ഘട്ടങ്ങൾക്ക് ശേഷം 5ഉം 6ഉം ഘട്ടങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം സംഭവിച്ചിട്ടുണ്ട്. അത് ഭരണത്തിലേക്ക് എത്തുമെന്ന തരത്തിൽ പോലും കാര്യങ്ങൾ നേതാക്കൾ പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. ശ്രീ പ്രൊഫസർ റോണി കെ ബേബിയും കണക്ക് പറഞ്ഞത് 4 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ 272 എന്ന കണക്കിലേക്ക് വന്നു എന്നുള്ളതാണ്. അത്ര വലിയ ഒരു ആൻറ്റി മോഡി ഫാക്ടർ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ? ആ തരത്തില് ഒരു രീതിയിലേക്ക് ജനവിധി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മോദി വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ മാറി എന്നുള്ള ഒരു പാറ്റേണിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഈ ഒരു ചർച്ച, ഈ ഒരു നെറേറ്റീവ് ഉയർന്നു വന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കൊണ്ടാണ്. അതിന് കാരണം ഈ വോട്ട് ശതമാനത്തിൽ പോളിംഗ് ചെയ്യുന്നതിൽ കുറവുണ്ടായപ്പോഴാണ്. ആ പോളിംഗ് ചെയ്യുന്നതിലുള്ള കുറവ് ഒന്ന് കാലാവസ്ഥ കാരണമാവാം, 2 ഈ 400 കാര്യത്തിൽ ചർച്ച തുടങ്ങിയത് കൊണ്ട് അത് BJP വോട്ടുകളിൽ ആ ഒരു രീതിയിൽ വോട്ട് വരും എന്നുള്ള രീതിയിലുള്ള ഒരു നിസ്സംഗതയാവാം. അങ്ങനെ പലതുമുണ്ട്. അതിപ്പോ നമുക്ക് എടുക്കാനാണെങ്കിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ആ ഒരു പ്രശ്നമുണ്ട്, വോട്ട് ചെയ്യുന്നതിലുള്ള കുറവ്. അത് നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. അവിടെ നമ്മൾ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എറണാകുളം കേരളത്തിൽ വളരെ കുറവായിരുന്നു. അതിലേക്ക് ഞാൻ വരുന്നത്. ഇപ്പൊ എറണാകുളത്ത് വോട്ട് കുറവുണ്ട്, അതേപോലെ മലപ്പുറത്ത് പൊന്നാനിയിലും വോട്ട് ശതമാനം ഈ പോളിംഗ് കുറവുണ്ട്. അതുകൊണ്ട് UDF തോൽക്കുമെന്ന് നമ്മൾ ഇവിടെ നിന്ന് ആരും നിരീക്ഷിക്കുന്നില്ല. എന്നാൽ നേരെ മറിച്ച് UP-യിലും അങ്ങോട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു രീതി വെച്ചിട്ടാണ് കേരളത്തിൽ പൊതുവെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ. അതില് ഒരു ലോജിക്കലി വിഷയമുണ്ട്. അത് പിന്നെ മാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2019 BJP സ്ഥാനാർത്ഥികൾ ജയിച്ച 303 സ്ഥാനാർത്ഥികൾ നല്ലൊരു ഭൂരിപക്ഷവും 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വോട്ടിനാണ് ജയിച്ചത്. അപ്പം ഈ ഒരു ഗ്യാപ്പ് കൊണ്ടൊന്നും ജനവിധിയെ രാജ്യത്താകമാനം മാറ്റിമറിച്ച് ഒരു ഭരണമാറ്റം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റാഷിദ്, അത് താങ്കളുടെ വീഡിയോ സൂമിലാണ്, ഒരു പ്രശ്നമുണ്ട്. താങ്കളിലേക്ക് വരാം. താങ്കളിൽ നിന്ന് ഒരു ചോദ്യം കൂടെ പോകേണ്ടതുണ്ട്. അതൊന്ന് കൃത്യമായി കഴിഞ്ഞാൽ നമുക്കത് ഒന്നുകൂടി താങ്കളിലേക്ക് വരാം. ആ വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. താങ്കളുടെ ഓൺ എയറിൽ അതൊരു മാറ്റം വന്ന് സംഭവിച്ചു. താങ്കളിലേക്ക് വരാം വളരെ പെട്ടെന്ന്. അതായത് ശ്രീ ജയസൂര്യൻ, ഇവിടെ ഈ വോട്ട് വിഘടിച്ചു പോകുന്നതിലാണ് മോദി നേട്ടമുണ്ടാക്കിയത് കഴിഞ്ഞ 2014, 2014-ലും 2019-ലും എന്നൊക്കെയാണ് മറ്റൊരു വാദമായി വരുന്നത്. പക്ഷേ ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടു. വൈകിയ വേളയിൽ ആണെങ്കിൽ പോലും അവർ ഐക്യപ്പെട്ട പശ്ചാത്തലമുണ്ടായി. കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ചകൾ നടത്തിയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ അവിടെ ഈ 272 എന്ന 303-ലേക്ക് എത്തിയില്ല എങ്കിൽ പോലും 272-ൽ താഴേക്ക് BJP വന്നാൽ പോലും ഈ വോട്ടുകൾ വിഘടിക്കാത്ത പശ്ചാത്തലത്തിൽ അത് വലിയ തിരിച്ചടിയാകും BJPക്ക് എന്നും വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തൽ അടിസ്ഥാനരഹിതമാണ്, അശാസ്ത്രീയമാണ്. കാരണം കഴിഞ്ഞ തവണ BJPക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് കിട്ടിയ 250-ൽ പരം സീറ്റുകൾ 50%-ലധികം വോട്ട് മേടിച്ച് ജയിച്ചതാണ്. അപ്പോൾ 50%-ലധികം വോട്ട് കിട്ടി ജയിച്ച സീറ്റുകൾ എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഡൽഹിയിലൊക്കെ ഭൂരിപക്ഷം സീറ്റുകൾ 50%-ൽ കൂടുതൽ വോട്ട് കിട്ടിയ സീറ്റുകളാണ്. അത്തരം സീറ്റുകളിൽ പ്രതിപക്ഷം എത്രമാത്രം ഒന്നിച്ചാലും ഈ 50%-നെ അട്ടിമറിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം ശക്തമാണ് NDA മുന്നണി. അതുകൊണ്ട് ആധികാരികമായ വിജയത്തിനെ അട്ടിമറിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വോട്ടിന്റെ പിൻബലം ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ഘടകകക്ഷികളുടെ മുഴുവൻ വോട്ടിംഗ് പെർസെന്റേജും കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ പോലും 20%-ന് താഴെ മാത്രമേ എത്തുന്നുള്ളൂ. എന്നാൽ NDA മുന്നണിക്ക് അത് 68%. അപ്പൊ 68-ഉം 18-ഉം തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണിത്. അപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു NDAയെ മറിച്ചിടണമെങ്കിൽ അതുപോലെയുള്ള വലിയ വോട്ടിന്റെ ഷിഫ്റ്റ് ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ വിദഗ്ധന്മാരായിട്ടുള്ള 2 പേരും സംസാരിച്ചത്, ശ്രീ ഡോക്ടർ ധനരാജ് ആണെങ്കിലും CP റാഷിദ് ആണെങ്കിലും പറഞ്ഞത് അങ്ങനെയുള്ള ഒരു മാറ്റത്തിന്റെ യാതൊരു ലക്ഷണവും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആ ലക്ഷണം മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരു വലിയ തരംഗം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് അനുഭവപ്പെടും. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണിയുടെ റാലികളിൽ വലിയ തിരക്കുണ്ടായി, റാലി തടസ്സപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് മീഡിയ കേരളത്തിൽ പറയുന്നതാണ്. നേരെ മറിച്ച് BJPയുടെ ഒരു വേദിയിലേക്കാണ് ആൾക്കാർ ഇടിച്ചു കയറിയതെങ്കിൽ മീഡിയ പറയാൻ പോകുന്നത് എന്തായിരിക്കും? അവിടെ ആകെ അലമ്പായി, നേതാക്കന്മാരെ പ്രസംഗിക്കാൻ സമ്മതിപ്പിച്ചില്ല, അടിച്ചിറക്കി വിട്ടു എന്നായിരിക്കും മീഡിയ പറയുന്നത്. ഇത് ഇന്ത്യ മുന്നണിയിലായതുകൊണ്ടാണ് അത് വൻപിച്ച ജനക്കൂട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൻപിച്ച ജനക്കൂട്ടത്തിന്റെ തള്ളിക്കയറ്റം പോളിംഗ് ബൂത്തിൽ എന്തുകൊണ്ട് കണ്ടില്ല? ആ പോളിംഗ് ബൂത്തിൽ ഇത് കാണേണ്ടതല്ലേ? പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് ശതമാനം കുറയുന്നു എന്ന് വിലപിക്കുമ്പോഴും ഈ സമ്മേളനങ്ങളുടെ നാടകങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ശക്തി കഴിഞ്ഞ തവണ കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണ്.
അതിനേക്കാൾ വലിയ ഐക്യമല്ല ഇത്തവണ കാഴ്ചവെച്ചത്. അത്ര പോലും ഐക്യം ഇത്തവണ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ CPIM അടക്കം CPI അടക്കമുള്ള കക്ഷികളുടെ നിലപാട്, ഇടതുപക്ഷ മുന്നണി ഞങ്ങൾ സഖ്യത്തിനകത്തില്ല എന്ന് പറയുകയും രാഹുൽ ഗാന്ധിക്കെതിരെ CPIയുടെ അഖിലേന്ത്യാ നേതാവ് തന്നെ വയനാട്ടിൽ വന്ന് മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മമതാ ബാനർജി പറഞ്ഞു ഞങ്ങളില്ല, ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കകത്തില്ല, ഏറ്റവും അവസാനം വേണമെങ്കിൽ പുറത്തു നിന്ന് പിന്തുണയ്ക്കാം എന്നുള്ള ഒരു ചെറിയ സൗജന്യമാണ് കൊടുത്തത്. അപ്പോൾ അതും രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന കാര്യമാണ്. പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്തരീക്ഷമൊക്കെ നോക്കട്ടെ, അല്ല എങ്കിൽ ഞങ്ങൾ മറുവശത്തേക്കും പോകാം എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യം NDAയ്ക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സങ്കല്പം മാത്രമാണ്. അതിൽ ഇടതുപക്ഷമില്ല, അതിൽ തൃണമൂലില്ല, അതിൽ മറ്റു പലരുമില്ല. യഥാർത്ഥത്തിൽ കേവലം ഒരു മനോരാജ്യം കാണുന്നു എന്നതിൽ കവിഞ്ഞ് ഇന്ത്യ മുന്നണി എന്നതൊരു യാഥാർത്ഥ്യം പോലുമല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കോൺഗ്രസ് പാർട്ടി ദുർബലമായിരിക്കുന്നു. പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യം കൊണ്ട് വല്ല സീറ്റും കിട്ടിയാൽ ജയിച്ചു പോകാമെന്ന് പറയുന്ന പ്രാദേശിക പാർട്ടികളുടെയും പിറകിലായി ഓടി ഫിനിഷ് ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു. തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നൊക്കെയുള്ള നിരൂപണങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് പോലും BJP ആണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി. അതായത് മറ്റൊരു പാർട്ടിക്ക് DMK അല്ല, കോൺഗ്രസ് അല്ല, CPM അല്ല, ജനതാദളല്ല, ഇവരൊന്നുമല്ല. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി BJP-യാണ്. ശരി, ഇത്തവണ ആ സംഖ്യ നേരെ ഇരട്ടിക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത്. ശരി, അതാണ് ആത്മവിശ്വാസം. ജയസൂര്യനൊക്കെ പുലർത്തുന്ന ആത്മവിശ്വാസം. രാഷ്ട്രീയ താങ്കളിലേക്ക് ഒരു ചോദ്യം കൂടെ നേരത്തെ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ടാണ്. അതായത് താങ്കൾ പറഞ്ഞ ഒരു തരത്തിലുമുള്ള മോദി വിരുദ്ധ തരംഗം രാജ്യത്തില്ല. പക്ഷെ അപ്പോഴും ഈ 2-3 ഘട്ടങ്ങളിൽ, 4 ഘട്ടം കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വന്ന അതൊരു പരിധിവരെ ശരിയുമാണ്. കാരണം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കെജ്രിവാളിൻ്റെ ജയിൽ മോചനമായാലും മറ്റു പല വിഷയങ്ങളായാലും നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളായാലും ഒക്കെ ഒരു തരത്തിൽ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഈ ഡൽഹിയിലൊക്കെ മുസ്ലിം മേഖലകൾ കേന്ദ്രീകരിച്ച്, ഹരിയാനയിലൊക്കെ ജാട്ട് മേഖലകൾ കേന്ദ്രീകരിച്ച് കനത്ത പോളിംഗ് ആണ്. പൊതുവെ പോളിംഗ് ശതമാനത്തിൽ അല്പം ഒരു കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് കനത്ത പോളിംഗ് ആണ്. ഈ മുസ്ലിം വോട്ടുകളൊക്കെ ഡൽഹിയിൽ വിഘടിച്ചു പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ കൂടിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതുപോലെ ജാട്ട് വോട്ടുകളുടെ കാര്യത്തിലുമൊക്കെ അവിടെയൊക്കെ ഒരു കേന്ദ്രീകരണം സംഭവിച്ചാൽ താങ്കൾ ഈ പറയുന്നതിൽ വ്യത്യാസമുണ്ടാകുമോ? ആ തരത്തില് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന കാര്യം വെച്ചാൽ ജാതി രാഷ്ട്രീയം, അതേപോലെ ഈ മൈനോറിറ്റി രാഷ്ട്രീയത്തിന് ഒരു വലിയ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാവുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ജാതി രാഷ്ട്രീയം നമ്മൾ പൊതുവെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ എപ്പോഴും എടുക്കുന്നതാണ് ജാതി രാഷ്ട്രീയം. അതിന്റെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിന് വലിയ രീതിയിലുള്ള അപ്രമാദിത്യം ഒരു 2014 കിട്ടി, അതിനുശേഷം 2019 കിട്ടി. അതിന്റെ ഒരു 3ാം ഘട്ടമാണ് ഈ നമ്മളിപ്പോ 2019 2024 കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പിന്നെ മോദി വിരുദ്ധ ഇപ്പൊ ഈ ഒരു 3 ആഴ്ച കൊണ്ട് വരുന്ന ചർച്ചകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നമ്മളിപ്പോ ഈ ചർച്ച പോലും പോകുന്നത്. അതിൽ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോദി ഇപ്പൊ ദേശീയ മാധ്യമങ്ങളിൽ മോദിക്ക് സ്പേസ് കുറയുന്നതെന്ന് നമ്മുടെ ചർച്ചയിൽ ഒരു പാനലിസ്റ്റ് പറഞ്ഞതായി കണ്ടു. അതിൽ ഒരു പ്രസക്തിയില്ല. ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ആവശ്യം ഇന്നില്ല. പിന്നെ മാത്രമല്ല, നരേന്ദ്രമോദി എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവിന് എതിരായിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകളോ ഒന്നും അങ്ങനെ ദേശീയ മാധ്യമങ്ങളിൽ കാണുന്നില്ല. അതേപോലെ തന്നെ ഇപ്പം ദേശീയ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലും ഇല്ല. അപ്പൊ അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BJP രാഷ്ട്രീയത്തിന് ഒരു വെല്ലുവിളിയല്ല, ആ ഒരു മീഡിയ ലൈൻ BJP രാഷ്ട്രീയത്തിന് വെല്ലുവിളിയല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പൊ പറഞ്ഞു വന്നാൽ നമ്മളിപ്പം ഈ സീറ്റുകളെ പറ്റിയാണല്ലോ നമ്മളിപ്പോ ഏകദേശം വോട്ടെണ്ണുന്ന നാള് അടുത്തെത്തുമ്പോൾ നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇപ്പം നേരിയ സാധ്യത ഇപ്പൊ നിലവിലുള്ള സ്ഥിതിയിൽ ഡൽഹി, ഹരിയാന 17-18 സീറ്റ് അവിടെ ബൈ ചാൻസ് ഇപ്പൊ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആളുകളുടെ ഒരു ആംഗിളിലൂടെ നമ്മൾ ചിന്തിച്ചാൽ ഒരു 3 സീറ്റ് കുറഞ്ഞ് എന്ന് വെക്കാം. അതേപോലെ ഇപ്പൊ മഹാരാഷ്ട്രയും ബീഹാറുമാണ് NDA സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഉണ്ട് എന്ന് പൊതുവിൽ ആളുകൾ നിരീക്ഷിക്കുന്ന ഒരു ഏരിയ. അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 അവർക്ക് 17 സീറ്റും 23 സീറ്റും, അതായത് 17 സീറ്റ് ബീഹാറിലും 23 സീറ്റേ ഉള്ളൂ. 88 സീറ്റ് ഉണ്ടായ ഈ 2 സ്റ്റേറ്റിലും കൂടിയിട്ട് ഇത്രയും സീറ്റ് അവർ ഓൾറെഡി ഉള്ളൂ. അതിൽ നിന്നൊരു 5 സീറ്റ് പോയാലും അവർക്ക് പുതുതായിട്ട് വരുന്ന ഏരിയയാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം 40% വോട്ട് TDP കഴിഞ്ഞ പ്രാവശ്യം നേടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. 40% വോട്ട് നേടിയിട്ട് 3 സീറ്റാണ് അവർക്ക് കിട്ടിയത്. ഇപ്പം BJP അവരെ കൂടെ ഉണ്ട്, ജനസേന ഉണ്ട്. അപ്പൊ അവർക്ക് അവിടെ ഒരു ആന്ധ്രാപ്രദേശിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം NDA ഭാഗത്ത് ഉണ്ടാവാം.
അതേപോലെ തന്നെ തെലങ്കാനയിലും വലിയ രീതിയിൽ മുന്നോട്ട് പോകില്ലെങ്കിലും തെലങ്കാനയിലും കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ ബിജു ജനതാദളിന്റെ ഒഡീഷയിലും ഒരു 8 സീറ്റായിരുന്നു BJP ഉണ്ടായിരുന്നത്, അവിടെ സീറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനും അപ്പുറം തന്നെ നമ്മൾ സീറ്റ് നോക്കുകയാണെങ്കിൽ UP-യിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ UP-യിൽ 50% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ഒരു പാർട്ടിയാണ് BJP. അവരെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്നുള്ള രാം മന്ദിർ അതിന്റെ ഒരു എല്ലാം ഓവറോൾ ആയിട്ട് നരേന്ദ്രമോദി മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ പൊതുവെ ഇന്ത്യയിൽ നമ്മൾ ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്ത് അതിന്റെ ഘടന എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കോൺഗ്രസിന് അപ്രമാദിത്തുണ്ട് ഒരു 30% വോട്ടുണ്ടെങ്കിൽ മറ്റൊരു അവിടെ ഈ പറയുന്ന പ്രാദേശിക കക്ഷികൾക്ക് പ്രാധാന്യമില്ല. മറിച്ച് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇന്ത്യ മുന്നണിക്ക് 35% വോട്ടിലേക്ക് എത്താനുള്ള സാധ്യതകൾ മാത്രമല്ല. അതിന് ഒരു വിപരീതം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്, മധ്യപ്രദേശാണ്. അവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ 35% മേലെ ക്രോസ് ചെയ്യുന്ന ഒരു ചരിത്ര നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എങ്ങനെയാണ് ഈ നമ്മളൊക്കെ ചർച്ചയ്ക്ക് ഒരു ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന യോഗേന്ദ്ര യാദവിനെ പോലുള്ള നമ്മളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരാൾ ആ തരത്തിൽ BJP-യുടെ സീറ്റ് 220 പോകും എന്ന് പറയുന്നതിനെ പറ്റി എനിക്ക് ഒരു ലോജിക്കലി അതൊരു വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരി, ശ്രീ തിരിച്ചു വരാം. ശ്രീ റോണി, ഇവിടെ നമ്മൾ ഈ ഒരു അഡ്വാൻറ്റേജ് 5ഉം 6ഉം ഘട്ടങ്ങളിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായി എന്നുള്ളത് പരമാർത്ഥമാണ്. അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞ വോട്ടിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ മോഡി അറ്റാക്ക് ചെയ്യുന്നതിലൊക്കെ BJP അറ്റാക്ക് ചെയ്യുന്നതിലൊക്കെ അരവിന്ദ് കെജ്രിവാൾ കാണിച്ച ഒരു പ്രത്യേകത, അത് രാഹുൽ ഗാന്ധിയും മറ്റു പേരെടുക്കും നമ്മൾ കണ്ടു. പിന്നീടുള്ള ആത്മവിശ്വാസം നമ്മൾ കണ്ടു. അമിത്ഷായ്ക്ക് ആരാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവുക അധികാരം കിട്ടിയാൽ എന്ന് പോലും പറയേണ്ടി വന്നു. പക്ഷേ ഇതൊക്കെ വൈകിയ വേളയിലായിരുന്നില്ലേ? കാരണം ഈ നരേന്ദ്രമോദിയും BJP-യും ഒക്കെ പ്രചരണം തുടങ്ങിയ കാലത്ത് ഇന്ത്യ മുന്നണി എന്നുള്ളത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തുടക്കം, അതൊരു കൃത്യമായ ഒരു ലോഞ്ചിങ് അതിലേക്ക് എത്തിയിട്ടില്ല. കാര്യങ്ങളൊരു ഏകോപനത്തിൽ എത്തിയിട്ടില്ല. അല്പം കൂടി നേരത്തെ ഈ സംവിധാനത്തെ ഒന്ന് ബലപ്പെടുത്തിയിരുന്നെങ്കിൽ, കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് അതിനുണ്ടാകുമായിരുന്നില്ലേ? ഈ രഞ്ജിത്ത്, ഈ ജയസൂര്യൻ ബഹുമാനപ്പെട്ട BJP-യുടെ വക്താവ്, അദ്ദേഹം പറഞ്ഞ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ആകെ 20% വരെ വോട്ടില്ല, BJP മുന്നണിക്ക് 55-65% വരെ വോട്ടുണ്ട്. പക്ഷെ നമ്മൾ ചില സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കണം. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കെല്ലാം കൂടി 2019 തെരഞ്ഞെടുപ്പിൽ 42% വോട്ടുണ്ട്. കോൺഗ്രസിന് തന്നെ 19% വോട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് എല്ലാം കൂടി പോലും 19% ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 19% വോട്ടുണ്ട്. ഇനി BJP-യുടെ വോട്ട് നോക്കുക. BJP-ക്ക് കഴിഞ്ഞ തവണ അത്രയും വലിയൊരു തരംഗം ഉണ്ടായിട്ട് പോലും BJP-ക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 37%. അതിൽ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. BJP 2014 തെരഞ്ഞെടുപ്പിന് 50% മുകളിൽ വോട്ട് നേടി വിജയിച്ച സീറ്റുകൾ 155. 2019 തെരഞ്ഞെടുപ്പില് 50% മണ്ഡലം വോട്ട് നേടി വിജയിച്ച സീറ്റുകൾ 224. BJP-യുടെ വോട്ട് ശതമാനം 31-ൽ നിന്ന് 37 ആയിട്ട് പോലും BJP-ക്ക് കൂടുതൽ കിട്ടിയത് 2014 ഉണ്ടായിരുന്ന 283-ൽ നിന്നും 20 സീറ്റുകൾ മാത്രമാണ് BJP-ക്ക് 2019 കൂടുതൽ കിട്ടിയത്. അതായത് BJP-ക്ക് ഉള്ള ക്യാച്ച്മെന്റ് ഏരിയയിൽ ഒരു മാക്സിമം സീറ്റ് കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. അതായത് ആ ക്യാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് 3-4 സ്റ്റേറ്റുകളാണ്. ഇത് ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്. ഈ 3-4 സ്റ്റേറ്റുകൾക്ക് അപ്പുറത്തേക്ക് BJP-ക്ക് ഒരു ഗ്രോത്ത് ഈ പ്രാവശ്യം ഉണ്ടാകണമെങ്കിൽ ചൂണ്ടിക്കാട്ടി പോലെ ഞാൻ സത്യസന്ധമായി തന്നെ പറയുകയാണ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീസ, ആ ഒരു 3 സ്റ്റേറ്റുകൾ മാത്രം. പക്ഷെ അവിടെ BJP കിട്ടാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് ഒരു 2 സീറ്റിനപ്പുറത്തേക്ക് ഒരു ഗ്രോത്തിലേക്ക് ഒരു സ്റ്റേറ്റിലും BJP വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ക്യാച്ച്മെന്റ് ഏരിയയിൽ അവർ മാക്സിമം സീറ്റിലേക്ക് അവർ ഓൾറെഡി എത്തി നിൽക്കുകയാണ്. പക്ഷേ UP വ്യത്യാസമാണ്. UP-യിൽ 62 സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. UP-യിൽ നമുക്കറിയാം 80 സീറ്റുകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ 10 സീറ്റൊക്കെ വർദ്ധിക്കുന്ന പശ്ചാത്തലം ഉണ്ടായാൽ രാമക്ഷേത്രത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ അത് വലിയ വ്യത്യാസമാകും. ഇല്ല, BJP ഒറ്റയ്ക്ക് 63-64 സീറ്റും പിന്നെ BJP-യുടെ ഘടകകക്ഷികൾക്ക് 3-4 സീറ്റോട് കിട്ടി. അങ്ങനെ 67-68 സീറ്റ് അവർക്കുണ്ട്. 80-ൽ 67-68 എന്ന് പറയുന്നത് അത്ര നിസ്സാര സംഖ്യയൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക്, കാരണം അതിന്റെ അകത്തൊക്കെ ഈ പ്രാവശ്യം കുറവ് വരാനേ പോകുന്നുള്ളൂ. ഇവിടെ പറയുണ്ടായി മഹാരാഷ്ട്രയിലൊക്കെ BJP കാത്തിരിക്കുന്നത് ചെറിയ തിരിച്ചടിയല്ല, സത്യസന്ധമായി തന്നെ പറയുക, കനത്ത തിരിച്ചടിയാണ്. കാരണം നമ്മൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടെടുപ്പ് ഇവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊന്നും ഒരു കാര്യമില്ലെന്ന്. കാരണം 1977 ജനതാ പാർട്ടി 50% മണ്ഡലം വോട്ട് നേടി വിജയിച്ചത്. ഇന്ത്യയിൽ പകുതി കൂടുതൽ സീറ്റുകളും അവർ 50% മണ്ഡലം വോട്ട് നേടി വിജയിച്ചതാ. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ 1980 എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 353 സീറ്റുമായിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. ഈ 50% വോട്ട് നേടി വിജയിച്ചത്. ഒരു കാര്യം വളരെ കൃത്യമാണ്, മോദിയോ BJP-യോ പ്രതീക്ഷിച്ചതുപോലെ ഒരു തരംഗം. മോദിയൊക്കെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു, രാമക്ഷേത്രവും മോദി ഗ്യാരണ്ടി. പക്ഷേ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇന്ത്യയിലെ ജനമനസ്സ് എന്നുള്ളത് 2004
138 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ആണ് ഗവൺമെന്റ് ഫോം ചെയ്തത്. അന്നും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് BJP ആയിരുന്നു 2004 എന്ന് പറയുന്നത്. അതിന് സമാനമാണ് ഈ 2024 സാഹചര്യം. ഒരു തരംഗം ഈ പറയുന്ന BJPക്ക് അല്ല, കാരണം അവരാണല്ലോ ഇപ്പോൾ BJP അല്ലെങ്കിൽ മോദി ദൈവത്തിന്റെ പോലും പ്രതിപുരുഷനാണ്, ആൾ ദൈവമാണെന്ന് പോലും ചിത്രീകരിക്കുന്ന ഒരു വലിയ ഒരു 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 രാഷ്ട്രീയ സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പോലും അതിന് അനുകൂലമായി ഇന്ത്യയിലെ കാരണം ഈ തെരഞ്ഞെടുപ്പ് മോദിയുടെ ഗ്യാരണ്ടി എന്തുകൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് എന്ത് അജണ്ടയാണ്? കാരണം ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് വലിയ, നമുക്കിപ്പം വിദ്യാഭ്യാസപരമായിട്ടൊക്കെ സാമൂഹികപരമായിട്ടും ഒക്കെ പിന്നിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നത് നമ്മളത് പിന്നെ നമസ്കരിച്ചേ കഴിയുള്ളൂ. അത്രമാത്രം പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ്. കാരണം ഒരു കാലഘട്ടത്തിനപ്പുറം ഈ പറയുന്ന വർഗീയതയോ ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുമാണ് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നിൽക്കുന്നു. BJP എന്താണ് എവിടെ പോയി മോദിയുടെ ഗ്യാരണ്ടി? എന്തുകൊണ്ടാണ് മോദി ഈ ഡോക്ടർ തിരിച്ചു വരാം. ഡോക്ടർ ഡി ധനുരാജ്, ഇവിടെ നമ്മൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 2004 138 സീറ്റുകളുമായി വന്ന കോൺഗ്രസ്, അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയെ മറികടന്ന് സർക്കാർ രൂപീകരിക്കുകയാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം കൂടി ഈ പറഞ്ഞതുപോലെ BJPക്ക് അഥവാ കേവല ഭൂരിപക്ഷം 272 കിട്ടിയില്ല എന്ന് വിചാരിക്കുക, 250 ആ കണക്കിലേക്ക് വരിക എന്ന് വിചാരിക്കുക. ഏതാണ്ട് 50ഓളം MP-മാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവർ. അതായത് ഈ ബിജു ജനാർദ്ദൻ്റെ പാർട്ടിയെ പോലെ, നമ്മുടെ ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡിയെയൊക്കെ പോലെ അവരൊക്കെ പലവിധ കാര്യങ്ങളാൽ BJPയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അങ്ങനെയും ചില സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വന്നേക്കാം. അങ്ങനെ ഒരു മുന്നണി ഭരണം അത്തരത്തിൽ രൂപപ്പെട്ടേക്കാം. മോദിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നിച്ചേക്കാം. അങ്ങനെയുള്ള പലവിധ സാഹചര്യങ്ങളും സാധ്യതകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴേ കോൺഗ്രസ് നേതാക്കളോട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിനുള്ള ചർച്ചകൾ പോലും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാതെ പറയുന്നവരുമുണ്ട്. അങ്ങനൊരു സാധ്യത നമുക്ക് ഹൈപ്പോത്തറ്റിക്കലി പറയാം, അങ്ങനെയൊക്കെ സാധ്യതയുണ്ടെന്നുള്ളത്. ഞാൻ ആദ്യത്തെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. NDA ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യാനാണ് ഏകദേശം 99% എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്, അതായത് BJP വരികയാണെങ്കിൽ അവിടെ ഒരു കാര്യം, ഒന്ന് നമുക്ക് ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ആന്ധ്രയിൽ TDP വലിയ രീതിയിലുള്ള അത് ഓൾറെഡി ഒരു സഖ്യകക്ഷിയാണ്. അപ്പോൾ 25 സീറ്റിൽ 10 16 സീറ്റുകൾ വരെ 17 സീറ്റുകൾ വരെ TDP BJP സഖ്യം, ജനസേന സഖ്യം നേടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ബീഹാറിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ കുറയുകയാണെങ്കിൽ, മഹാരാഷ്ട്രയിലാണ് കൂടുതലും കുറയുമെന്നൊക്കെ എല്ലാവരും പറയുന്നത്, മഹാരാഷ്ട്രയിൽ കുറയാണ്. BJPക്കുള്ള സീറ്റ് കുറയുമെന്നല്ല പറയുന്നത്. മറ്റ് ഘടകകക്ഷികളായ ശിവസേന ഇന്ന് ഷിൻഡെ ഫ്രാക്ഷനോടൊപ്പം നിൽക്കുന്ന BJPയോടൊപ്പം നിൽക്കുന്ന ഷിൻഡെ ഫ്രാക്ഷന് ചിലപ്പോൾ മുമ്പ് ഉദ്ധവ് താക്കറെ അല്ലെങ്കിൽ പഴയ ശിവസേന കിട്ടിയ സീറ്റുകൾ കിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ഒരു പക്ഷേ കുറച്ചൊക്കെ ശരിയായിരിക്കും. പക്ഷേ എന്നാൽ പോലും ബോംബെ റീജിയനിൽ അവർ നല്ലൊരു ഫൈറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു കുറവ് നമ്മൾ TDPയിലൂടെ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് കുറേ അത് മുഴുവനായിട്ടല്ലെങ്കിലും കുറേയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഭൂരിപക്ഷം കിട്ടിയില്ല, പക്ഷേ എനിക്കങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലൊക്കെ പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഇന്ന് ഇന്ത്യയിൽ 100 അല്ലെങ്കിൽ 125 സീറ്റ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഒരു വിശകലനമായിട്ട് കണക്കാക്കിയാൽ മതി, ഒരു നിരീക്ഷകനായിട്ട് കണക്കാക്കിയാൽ മതി. രാഷ്ട്രീയമൊന്നും ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നില്ല. കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ 52 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഒരു 70 78 സീറ്റിലേക്ക് അത്രമാത്രമേ പോവുള്ളെന്നാണ് എൻ്റെ ഒരു വിശകലനം. അതിനപ്പുറത്തേക്ക് 100 120 എന്നാൽ മാത്രമാണല്ലോ നിങ്ങൾക്കൊരു മേജർ റോള് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന്. രണ്ടാമത് നമുക്ക് സഖ്യകക്ഷികളിലേക്ക് വരാം. ഇപ്പോൾ സഖ്യകക്ഷിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ UPയിലൊക്കെ സമാജ്വാദി പാർട്ടി 10 30 സീറ്റ് നേടണം. അപ്പോൾ ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ BJPയുടെ UPയിലെ കഴിഞ്ഞ 20 അല്ലെങ്കിൽ 30 വർഷത്തെ 1992 ശേഷം 91 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ, പാർലമെൻറ്റ് ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഓൺ ആൻ ആവറേജ് കൺസിസ്റ്റൻ്റ് ആയിട്ട് BJP 45 തൊട്ട് 50 സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ. അത് എത്ര വേഴ്സ് അവർ ഭരണത്തിലില്ലാത്തപ്പോഴും ഭരണത്തിലുള്ളപ്പോഴും UPയിൽ ഭരണത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ 40 തൊട്ട് 40 BJP UPയിൽ 3-ാം സ്ഥാനത്ത് പോയി. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും സീറ്റ് 22 സീറ്റ് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്ക് 21 സീറ്റും BJP 3-ാമത് പോയി. 2009 ലോക്സഭാ ഇലക്ഷൻ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി 22 സീറ്റ് 2009. ഞാൻ സമ്മതിക്കുന്നു. അതിലൊരു
അല്ല 2009 കാര്യം ഞാൻ സമ്മതിക്കുന്നു, അതൊരു എൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ള തെറ്റാണ്, വീഴ്ചയാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത്രയും ഒരു വലിയൊരു വീഴ്ചയിലേക്ക് യു പിയിൽ BJP പോകുന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2019 കോൺഗ്രസ് കാണിച്ചൊരു മണ്ടത്തരം, അതായത് അവിടെ ഇത്രയും സീറ്റുകളൊക്കെ 2009 ശേഷം കാണിച്ചൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാർട്ടി ബിൽഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് വന്ന നിയമസഭ ഇലക്ഷനിലായാലും 2017 ഞാനൊരു ഉദാഹരണം പറയും, 2017 അവിടുത്തെ നിയമസഭ ഇലക്ഷനിൽ കോൺഗ്രസ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു, അല്ലെ? എനിക്കൊണ്ട് 17 സീറ്റ് വാങ്ങിച്ചു. അപ്പോൾ അപ്പോഴും നമുക്ക് അവിടെ പാർട്ടി ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. ഇന്ന് യു പിയുടെ ഗ്രാമങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ പതാകയോ കോൺഗ്രസ് പ്രവർത്തകരെ കാണുന്നില്ല. ഞാനത് കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കുകയല്ല, നമ്മളൊരു നിരീക്ഷണം നടത്തുമ്പോൾ കോൺഗ്രസിന് വേണ്ടി മുന്നോട്ടിറങ്ങുന്ന പ്രവർത്തകർ ഇല്ല എന്ന് തന്നെ പറയാം പല ഭാഗങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ക്ഷയിച്ചിരിക്കുന്നു, പാർട്ടി സംവിധാനം ക്ഷയിച്ചിരിക്കുന്നു. പാർട്ടി സംവിധാനം റീബിൽഡ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നത്. പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിന്നെ എവിടെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രത്തിൽ BJP ആയിട്ട് കൂട്ടുകൂടാത്ത ഒരു കക്ഷി എന്ന് പറയുന്നത് RJD ആണ്, അല്ലേ? RJD ഒരിക്കലും പോലും ഞാൻ വായിച്ചിട്ടില്ല ഒരു സ്ഥലത്തും, അല്ലെങ്കിൽ കേട്ടിട്ടില്ല RJD ഏതെങ്കിലും ഒരു സമയത്ത് BJP ആയിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ പോലും തേജസ്വി യാദവിന് വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ട് കേട്ടോ, അത് ഞാനതിന് നിസ്കരിക്കുന്നില്ല. പക്ഷേ അവിടെ വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ, ലോക്സഭയിലേക്കുള്ള വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ BJP തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നമ്മളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ പോളിൽ കാണുന്നതാണ്. അത് ശരിയാണോ തെറ്റാണോ 4-ാം തീയതി വരണം. പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ വിശകലനത്തിൽ അവിടെയും RJD പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയ രീതിയിലുള്ള മുന്നോക്കം വരാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് പിന്നെ നമുക്ക് സീറ്റുകളുള്ളത് ഘടകകക്ഷികൾക്ക്? നമുക്കിപ്പോൾ മുസ്ലിം ലീഗിന് 2 സീറ്റ് കേരളത്തിൽ കിട്ടും, തമിഴ്നാട്ടിൽ ചിലപ്പോൾ 1 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ ഇതെല്ലാം 1, 2, 3 നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ നമ്മളെങ്ങനെയാണ് 272 എത്തുക എന്നുള്ളത് എനിക്ക് അടുത്ത സീറ്റുകളെങ്കിലും കോൺഗ്രസ് നേടണം എന്നുള്ളതാണ്. അത് എങ്ങനെ സാധ്യമാകുമെന്നുള്ളത് നേരത്തെ ശ്രീ റോണി കോൺഗ്രസിന് വേണം. അപ്പോഴേ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മേധാവിത്വം ഇന്ത്യ മുന്നണിയിൽ ഇത് രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. റാഷിദ്, താങ്കൾ നേരത്തെ പറഞ്ഞത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മോദി തരംഗം അല്ലെങ്കിൽ മോദിക്കെതിരായുള്ള ജനവികാരം ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മോദി അധികാരത്തിൽ പുറത്താവില്ല. എന്തൊക്കെയായിരിക്കും ഇത്ര പ്രചണ്ഡമായ പ്രചരണം? ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്നിട്ടും ഓരോ ആദ്യത്തെ 2-3 ഘട്ടങ്ങളിലൊക്കെ BJP-യാണ് അജണ്ട നിശ്ചയിച്ചതെങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ട് പല നേതാക്കളും കടന്നു വന്ന് അവരുടെ അജണ്ടകൾക്ക് പുറകെ BJP-ക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടതാണ് അവസാന 2 ഘട്ടങ്ങളിലെങ്കിലും. അപ്പോൾ ആ ഘടകങ്ങളെയൊക്കെ അതിജീവിച്ച് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നരേന്ദ്രമോദി എന്ന നേതാവിനെ താങ്കൾ പറയുന്ന പോലെ 3-ാം തവണയും പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ ഉള്ളത്? ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഇലക്ഷനിൽ രാം മന്ദിറാണ്, അവര് നോർത്തിൽ അത് വർക്കിംഗ് ആണ്. നമ്മൾ സത്യത്തിൽ അത് കേരളത്തിലുള്ള മാധ്യമങ്ങളോ മറ്റുള്ളവരോ അത് കാണാത്തത് കൊണ്ടാണ് ഈ രാമജന്മഭൂമി വിഷയത്തിൽ ഒരു ഫൈനൽ സൊല്യൂഷൻ എന്ന രീതിയിലേക്ക് ശ്രീ നരേന്ദ്രമോദി അത് ആ ഒരു വലിയ രീതിയിലുള്ള ഒരു വിശ്വാസ സമൂഹത്തെ എത്തിച്ചതിൽ നരേന്ദ്രമോദി അതിനെ ലീഡ് ചെയ്ത് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ചയായില്ല എന്ന് മാത്രമാണ്. അങ്ങനെയുള്ള വിവിധ ഘടകങ്ങളാണ്. പക്ഷെ മോദിയെ സംബന്ധിച്ചിടത്തോളം, ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാവുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എതിരായിട്ട് വരുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ രാജ്യത്ത് ചർച്ചയാകുന്നില്ല എന്നുള്ളത് അതിന്റെ ഒരു ന്യൂട്രൽ ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു 10 വർഷത്തെ ആന്റി ഇൻകംബൻസി വലിയ രീതിയിൽ ചർച്ചയാവുന്നില്ല എന്നുള്ളത് തന്നെ മോഡിയെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കോൺഗ്രസിന്റെ സീറ്റ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കോൺഗ്രസിന്റെ സീറ്റാണല്ലോ. കോൺഗ്രസ് 2 അക്കത്തിലേക്ക് എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്ന് കേരളമാണ്, രണ്ടാമതൊരു സാധ്യത തെലങ്കാനയാണ്. തെലങ്കാനയിൽ ഇപ്പോൾ രാജ്യത്തെ ഒരു 10 വർഷത്തിനിടയിൽ ഒരു കോൺഗ്രസ് ഒരു മുന്നേറ്റം നടത്തിയത് തെലങ്കാനയിലാണ്. കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം കർണാടകയിൽ എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല. കർണാടകയിലെ വിജയത്തെ ഞാൻ കോൺഗ്രസിന്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. കർണാടകയിലെ വിജയം എന്ന് പറയുന്നത് BJP 10 വർഷത്തിനിടയിൽ തെറ്റായ ഒരു സ്ട്രാറ്റജിയിൽ ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ടതാണ്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ സംഭവിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ വലിയ രീതിയിൽ അവരെ ഒരു സെൻട്രൽ ലീഡർഷിപ്പിന് ഒരു താല്പര്യം അവിടെ നടപ്പിലാക്കുന്ന രീതിയിലേക്കാണ് അവർ ഇലക്ഷൻ സമീപമായ അടുത്ത 2-3 മാസത്തിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിന്നോ 2-3 മാസങ്ങളിൽ നടപ്പിലാക്കിയത്. അത് അവിടെ കൃത്യമായിട്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി, അവിടുത്തെ ലിംഗായത്ത് കമ്മ്യൂണിറ്റിയിൽ പ്രതിഫലിച്ച്, പ്രത്യേകിച്ച് ഈ തീവ്ര ഹിന്ദുത്വത്തിന്റെ ഒരു ലൈന്
ഇങ്ങനെ തെക്കേ ഇന്ത്യയിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷെ അത് ഏറ്റവും ബെറ്റർ ആയിട്ട് സ്വീകരിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ലിംഗായത്ത് കമ്മ്യൂണിറ്റി. ലിംഗായത്ത് കമ്മ്യൂണിറ്റിയിൽ അത് ആ തരത്തിൽ ഏൽക്കാത്ത രീതിയിലേക്ക് അതിന്റെ ലിംഗായത്ത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്നു വന്ന BJP നേതാക്കന്മാരെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള സംശയം ആ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് BJP അവിടെ വീണുപോയത്. അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മറ്റു പല സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കർണാടകയിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളിടത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കർണാടകയെ സംബന്ധിച്ചിടത്തോളം JDS ഉണ്ട്. BJPക്ക് എന്തെങ്കിലും കോട്ട സംഭവിക്കുന്നുണ്ടെങ്കിൽ 10% ഒരു 8% വോട്ടുള്ള JDS-ൽ അതിന്റെ മൈനോറിറ്റി വോട്ടുകളെല്ലാം മാറ്റി നിർത്തപ്പെട്ടാലും അവർക്കൊരു 4%, 5% ആ വോട്ട് കൂടി NDA-യിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ 51% വോട്ട് നേടിയ ഒരു സ്റ്റേറ്റ് ആണ് കർണാടക BJP ഒറ്റയ്ക്ക്. അപ്പൊ അവിടെ വലിയ രീതിയിൽ BJPക്ക് ഒരു കോട്ടം സംഭവിക്കുമെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. അപ്പൊ പറഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കിയ ഒരു സ്റ്റേറ്റ് തെലങ്കാനയാണ്. അതിനപ്പുറം കേരളത്തിനും തെലങ്കാനയ്ക്കും അപ്പുറം ഒരു ഇരട്ടക്കത്തിലേക്ക് സീറ്റ് എത്തിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയായി തന്നെയാണ് ഞാൻ കാണുന്നത്. മറ്റുള്ള എല്ലാ ചർച്ചകളെയും നമ്മൾ 4-ാം തീയതിയിലുള്ള റിസൾട്ടിലേക്ക് തന്നെ നമുക്ക് കാത്തിരിക്കാം. പലതരത്തിലുള്ള ചർച്ചകളും നമ്മൾ നടത്തുന്നു എന്നതിനപ്പുറം കൃത്യമായ ഒരു ഡിസിഷൻ വരുക 4-ാം തീയതിയാണല്ലോ. അതുവരെ കാത്തിരിക്കാവുന്നതേ. പ്രസക്തമായ വിലയിരുത്തലാണ് ശ്രീ ജയസൂര്യൻ. ഇവിടെ 2004-ലെ സാഹചര്യം, 2004-ൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും സർക്കാർ രൂപീകരിക്കുകയും പിന്നീട് 2 ടേം ഭരിക്കുകയും ചെയ്ത UPA-യുടെ സാഹചര്യം ഇത്തവണ ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് വക്താവായ ശ്രീ റോണി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിന് അടിത്തറയായിട്ട് പറയാൻ കഴിയുന്ന യാതൊരു ഡോക്യുമെന്ററി എവിഡൻസും ഇല്ല. അതുപോലെ തന്നെ നമുക്കതൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ ശ്രീ റാഷിദ് പറഞ്ഞതുപോലെ തന്നെ ഈ 2 അക്കം തികയാൻ കഴിയുന്ന സ്റ്റേറ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അതിൽ ഏറ്റവും എളുപ്പമാർഗം 2 അക്കം മത്സരിക്കുന്ന സ്റ്റേറ്റുകൾ എത്ര എന്നുള്ളതാണ്. ഇപ്പൊ UP-യിൽ എത്ര സീറ്റ്, തമിഴ്നാട്ടിൽ എത്ര സീറ്റ്, അല്ലെങ്കിൽ ബംഗാളിൽ എത്ര സീറ്റ്, ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് മത്സരിക്കാൻ പോലും 10 സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് താഴെ 2, 3, 4, 5, 6 സീറ്റിലൊക്കെ മത്സരിക്കുമ്പോൾ അത് മുഴുവൻ അങ്ങ് ജയിച്ചു വന്നാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 സീറ്റിന് മുകളിലെത്താൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് ഇത്തവണ തന്നെ ഘടകകക്ഷികൾക്ക് 100 കണക്കിന് സീറ്റുകൾ വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആ ഭാഗത്തൊക്കെ വറ്റി വരണ്ടുപോയി എന്നാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കേരളത്തിൽ മാത്രമായിരിക്കും 2 അക്കം എത്തിത്തൊടാൻ പറ്റുന്നത്. ഇപ്പൊ റാഷിദ് പറയുന്ന പോലെ തെലങ്കാനയിൽ അത് എത്തും എന്ന് ഞാൻ കരുതുന്നില്ല. ആന്ധ്രാപ്രദേശില് വൻ മുന്നേറ്റമായിരിക്കും NDA ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 40 കടക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ് കൃത്യമായും ജൂൺ 4-ാം തീയതി നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ DMK-യുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും സീറ്റുകളായിരിക്കും വൻതോതിൽ എന്ന് പറയാൻ കഴിയുന്ന മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നത്. ഇപ്പോ ഒറീസയില് ബിജു ജനതാദളാണെങ്കിലും അത് NDA-യുടെ ഒപ്പം ചേരാനും തയ്യാറായിരുന്നു. പക്ഷേ സ്ട്രാറ്റജിക്കലായിട്ട് കോൺഗ്രസ് ശക്തിപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അവിടെ 2 പാർട്ടിയായിട്ട് തന്നെ BJP-യും BJD-യും മത്സരിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുള്ളവർക്കും അറിയാം. പിന്നെ ശിവസേനയുടെ കാര്യവും അതുപോലെ തന്നെ NCP-യുടെ കാര്യവും ഏതാണ്ട് മൃതപ്രായത്തിലെത്തിയ ആ 2 പാർട്ടികളും മഹാരാഷ്ട്രയിൽ ഉണർന്നെഴുന്നേക്കാനുള്ള കരുത്തില്ലാത്തവരാണ്. അതിന്റെ ഫലം കൊയ്യാൻ പോകുന്നത് BJP-യും BJP-യോടൊപ്പം നിൽക്കുന്ന ശിവസേനയുമായിരിക്കും. അങ്ങനെ വന്നാൽ ആകെ 2 സംസ്ഥാനങ്ങൾ, കേരള, തെലങ്കാന എന്ന് പറയുന്ന 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ കഴിയുക. ഇത് വെച്ച് പരിശോധിച്ചാൽ ഒരു കാരണവശാലും കോൺഗ്രസിന് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ ഈ ഇലക്ഷൻ റിസൾട്ടിലോ ഇലക്ഷൻ സമയത്തോ സാധിക്കുന്നില്ല. ശരി, ശ്രീ റോണി അതിന് മറുപടി വേണം. ഒപ്പം ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് വരുന്നൊരു വാർത്ത, അത് ശ്രീ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയാണ്. അതൊരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിനൊപ്പം മോദി സർക്കാർ ഭരണത്തിൽ തിരിച്ചെത്തിയാൽ 5 വർഷത്തിനുള്ളിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നുള്ളതാണ്. 58 സീറ്റുകളിലേക്കാണ് ഇനി അവസാനവട്ട തെരഞ്ഞെടുപ്പുള്ളത്. അവിടെയും അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞു. ഇത് ചർച്ചയാക്കുകയാണ് രാജ്യം മുഴുവൻ. അങ്ങനെ ഓരോ തവണയും BJP ഓരോ ഘട്ടത്തിലും ഓരോ വിഷയങ്ങൾ ചർച്ചയാക്കുന്നു. അതിന് പുറകിൽ ഇന്ത്യ മുന്നണിക്ക് പോകേണ്ടി വരുന്നു, മറുപടി നൽകേണ്ടി വരുന്നു. ഇപ്പോൾ UCC-യുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അമിത്ഷാ. ഈ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ BJP ഓരോ ഘട്ടത്തിലും അജണ്ട നിശ്ചയിക്കുന്നെങ്കിലും ആ അജണ്ടയുടെ പിന്നാലെ ഈ രാജ്യം പോകുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. പ്രത്യേകിച്ചും 1-ാം ഘട്ടം തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ 4 സൗ പാർ അല്ലെങ്കിൽ എന്ന് മുദ്രാവാക്യം കൊണ്ടുവന്നു, രാജ്യം അതിന് പിന്നാലെ പോയില്ല. പിന്നീട് മോദി ഗ്യാരണ്ടി, അതിന് പിന്നാലെ രാജ്യം പോയില്ല. പിന്നീട് ഈ പറയുന്ന പ്രത്യേകമായി വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ തെരഞ്ഞെടുപ്പിച്ച് ആക്രമിച്ചുകൊണ്ട് മോദി ക്യാമ്പയിനുമായി മുന്നോട്ട് പോയി.
അതിന് പിന്നാലെ ഈ രാജ്യം പോയില്ല. വീണ്ടും 4ാം ഘട്ടത്തോട് വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന CAA നടപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതീതി ഉണ്ടാക്കി. അതിന് പിന്നാലെ രാജ്യം പോയില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകത. മോദി നിശ്ചയിക്കുന്ന BJP നിശ്ചയിക്കുന്ന അജണ്ടയുടെ പിന്നാലെ ഈ രാജ്യം ഈ തെരഞ്ഞെടുപ്പിൽ പോകുന്നില്ല എന്നത് തന്നെയാണ് BJPക്കുള്ള കനത്ത തിരിച്ചടിയുടെ കൃത്യമായ സൂചനകൾ. കാരണം അവരുടെ വർഗീയ രാഷ്ട്രീയമല്ല ഈ രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിലക്കയറ്റം ഉൾപ്പെടെ, തൊഴിലില്ലായ്മ ഉൾപ്പെടെ, പട്ടിണി ഉൾപ്പെടെ, അതാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മുമ്പിലെ പ്രശ്നം. അവിടെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രകടന പത്രിക, ഇന്ത്യ മുന്നണിയുടെ വാഗ്ദാനങ്ങൾ, ജാതി സെൻസസ് പോലെയുള്ള വലിയ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. രാജ്യം കൃത്യമായി ഓരോ പ്രചരണ യോഗത്തിലും ഇന്ത്യൻ ഭരണഘടനയുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് നേതാക്കൾ പറയുന്നത്. അത് ഈ രാജ്യത്തെ ജനങ്ങളെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ മതേതരത്വം. ഞാൻ ഒരു കാര്യം കൃത്യം പറഞ്ഞോട്ടെ, കോൺഗ്രസിന്റെ അല്ലെ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചും സംഘടനാപരമായ ദൗർബല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, 328 സീറ്റിൽ. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള ഇൻഫീരിയറിറ്റി കോൺഗ്രസ് ഇല്ല. ഞങ്ങളുടെ മുകളിൽ ഒറ്റ ലക്ഷ്യമാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് BJP മുന്നണി അധികാരത്തിൽ പുറത്താക്കുക. ഞങ്ങൾക്ക് എവിടെ സംഘടനാപരമായി വീഴ്ചയുണ്ടോ, ദൗർബല്യമുണ്ടോ, അവിടെ ആ വീഴ്ച പരിഹരിക്കുവാൻ ശക്തമായ ഘടകകക്ഷികളുണ്ട്. ഞങ്ങളെക്കാൾ ആവേശത്തോടെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന, അത് സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ, RJD ആയിക്കോട്ടെ, അല്ലെ DMK ആയിക്കോട്ടെ, ഇപ്പോൾ മഹാരാഷ്ട്രയിലെ NCPയുടെ ശിവസേനയുടെ കാര്യം ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കണ്ടോ അവിടുത്തെ യഥാർത്ഥ ശിവസേന ഏതാണെന്നും യഥാർത്ഥ NCP ഏതാണെന്നുള്ളതും അത് ശരത് പവാറിന്റെയും ഉദ്ധവ് താക്കറെയും ആയിരിക്കുമെന്ന് വളരെ അത് വലിയൊരു വികാരമാണ് BJPക്കെതിരെ. കാരണം ശിവസേനയും NCPയും പിളർത്തി BJPക്കെതിരെ വലിയ വികാരം. അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയാം, 40ൽ 32 സീറ്റിന് മുകളിൽ എഴുതി വെച്ചു ഇന്ത്യ മുന്നണി നേടാൻ പോകുന്ന സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ബീഹാർ RJDയുടെ കേഡർ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ ബീഹാർ ഉൾപ്പെടെ RJDയും സമാജ്വാദി പാർട്ടിയുടെ കേഡർ എന്ന് പറയുന്നത് BJPക്കൊപ്പം നിൽക്കുവാൻ ഒരു മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പ് RSS വിട്ടു നിൽക്കുക. എന്തുകൊണ്ടാണ് RSSനെ പോലും തള്ളി പറയുന്ന സാഹചര്യം ഉണ്ട് ഈ രാജ്യത്ത്? ശരി അതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ശ്രീ റോണി കെ ബേബി പങ്കുവെക്കുന്നത്. ഒപ്പം ശ്രീ ജയസൂര്യ ചർച്ചയുടെ ഭാഗമായി, ഒപ്പം ശ്രീ ഡോക്ടർ D ധനുരാജ്, ശ്രീ CP റാഷിദ്, എല്ലാവർക്കും നന്ദി. ഏതായാലും ഈ വാദഗതികൾക്കൊക്കെ ഇനി 10 ദിവസത്തെ ആയുസ് മാത്രമാണ് ബാക്കിയുള്ളത്. ഞങ്ങൾ പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. രാജ്യത്ത് മോദി തരംഗമുണ്ടോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. വളരെ കൃത്യമായി തന്നെ ഒരു പോളിലും ഇല്ലാത്തതുപോലെയുള്ള പകുതി, അതായത് 49% പേർ ഉണ്ട് എന്നും 49% പേർ വളരെ കൃത്യമായി ഇല്ല എന്നും അഭിപ്രായം രേഖപ്പെടുത്തി. ഏതാണ്ട് 45,000-ഓളം ആളുകൾ വോട്ട് ചെയ്ത ഒരു പോളിലാണ് ഈ ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായത് എന്നുകൂടി ചേർത്ത് വായിക്കണം. പ്രൈം ഡിബേറ്റ് നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.